മറുനാടൻ മലയാളി കർഷക കൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ച യുണൈറ്റഡ് ഫാമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം വൈത്തിരി വില്ലേജ് റിസോർട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷകരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. കർഷകർ നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മറുനാടൻ കർഷകരെ പ്രവാസികളായി അംഗീകരിക്കണമെന്ന് ചെയർമാൻ സാബു കണ്ണയ്ക്കാമ്പറമ്പിൽ ആവശ്യപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മറുനാടൻ മലയാളി കർഷകരുടെ ക്ഷേമത്തിനായി യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിതമാകുന്നത്. തുടക്കത്തിൽ കർണാടകയിൽ കൃഷി ചെയ്യുന്ന വയനാട് ജില്ലയിലെ കർഷകരാണ് സംഘടനയിൽ അംഗങ്ങളായിരുന്നത്. എന്നാൽ പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന വയനാടിന് പുറമേ നിന്നുള്ള കർഷകരും സംഘടനയിൽ അംഗങ്ങളായി. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. സംഘടനയുടെ 3ാമത് വാർഷിക സമ്മേളനമാണ് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ സംഘടിപ്പിച്ചത്. സംഘടനാ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സമ്മേളനത്തിനെത്തിയ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. മറുനാടൻ മലയാളി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്ന് ചെയർമാൻ സാബു കണ്ണയ്ക്കാമ്പറമ്പിൽ ആവശ്യപ്പെട്ടു. നിരവധി വർഷങ്ങളായി വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ കൃഷി ചെയ്തു വന്നിരുന്നെങ്കിൽ പോലും അവർക്കൊരു കൂട്ടായ സംഘടിത സ്വഭാവമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടി വന്നു. ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് ഞങ്ങൾ സംഘടിതരാണ്. നമ്മുടെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ കൂട്ടായി നേരിടാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുവഴി നമ്മുടെ കൂടപ്പിറപ്പുകളെ സഹായിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അംഗങ്ങളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.